ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി തലവൻ. നെതന്യാഹുവിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കാൻ ശ്രമിച്ചത് എന്നാണ് ഷിൻ ബെത്ത് മേധാവി റോണൻ ബാർ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ താൽപര്യങ്ങൾക്കായുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തെ എതിർത്തതാണ് പുറത്താക്കാനുള്ള ശ്രമത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം റോണൻ ബാറിനെ പിരിച്ചുവിടാനുള്ള നെതന്യാഹുവിന്റെ നീക്കം അന്വേഷണത്തിന്റെ ഭാഗമായി കോടതി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്താക്കൽ ഇസ്രായേലിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. പ്രധാനമന്ത്രി ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നുവെന്നായിരുന്നു ജനക്കൂട്ടത്തിന്റെ ആരോപണം. 2021 5 വർഷത്തെ കാലയളവിലേക്ക് റോണൻ ബാറിനെ നിയമിച്ചത്. 2026 വരെയായിരുന്നു കാലാവധി. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനു പിന്നാലെ നെതന്യാഹുവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. ഹമാസിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശ്വാസ തകർച്ചയെ തുടർന്നാണ് ഷിൻ ബെത്ത് മേധാവിയെ പുറത്താക്കുന്നതെന്നായിരുന്നു നെതന്യാഹുവിന്റെ വാദം. എന്നാൽ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയമാണ് ഹമാസ് ആക്രമണത്തിന് കാരണമെന്ന് ഷിൻ ബെത്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചതെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. 2024 നവംബറിനും 2025 ഫെബ്രുവരിക്കും ഇടയിൽ നടന്ന നിരവധി സംഭവങ്ങൾ നെതന്യാഹുവിന്റെ പ്രതികാര നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് റോണൻ ബാർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലികൾക്കെതിരെ ഷിൻ ബെത്ത് നടപടിയെടുക്കണമെന്ന് ഒന്നിലധികം തവണ നെതന്യാഹു തന്നോട് ആവശ്യപ്പെട്ടതായി സത്യവാങ്മൂലത്തിൽ റോണൻ ബാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ അഴിമതി കേസിന്റെ വിചാരണയിൽ നിന്ന് രക്ഷ നേടാൻ കൂട്ടുനിൽക്കാൻ ഷിൻ ബെത്ത് മേധാവി വിസമ്മതിച്ചതും നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിരുന്നു. ഒന്നിലധികം അഴിമതി ആരോപണങ്ങൾ നെതന്യാഹു നേരിടുന്നുണ്ട്. കൈക്കൂലി, വഞ്ചന, പൊതുജന വിശ്വാസ ലംഘനമടക്കം 2019 ഫയൽ ചെയ്ത 3 വ്യത്യസ്ത അഴിമതി കേസുകളാണ് നെതന്യാഹുവിന്റെ പേരിലുള്ളത്. വിചാരണകളിൽ നിന്നും സാധ്യമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഷിൻ ബെത്ത് മേധാവിയെയും നെതന്യാഹു സമീപിച്ചത്. എന്നാൽ അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് ഷിൻ ബെത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയായിരുന്നു റോണൻ ബാറിനെ പുറത്താക്കാനുള്ള നീക്കം. അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന വിമർശനവും ഇതിനു പിന്നാലെ രൂക്ഷമായി. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷിൻ ബെത്ത് അന്വേഷണം. ഇതിനിടെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന പേരിൽ റോണിനെ പുറത്താക്കിയതായുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപനമുണ്ടായതും പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തിയതും. റോണൻ ബാറിനെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒന്നിലധികം ഹർജികൾ കോടതി പരിഗണിക്കുന്നതിനിടെയാണ് ഈ രേഖാമൂലമുള്ള പ്രസ്താവന പുറത്തുവരുന്നത്. ഭീകരാക്രമണങ്ങളും ചാരവൃത്തിയും തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഷിൻ ബെത്തിനെ അധികാരം ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായി നെതന്യാഹു ഉപയോഗിച്ചെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചുവെന്നും റോണൻ ബാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ റോണൻ ബാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം നുണകൾ നിറഞ്ഞതായിരുന്നുവെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ ഷിൻ ബെത്ത് പരാജയപ്പെട്ടെന്ന പതിവ് വാദവും ആവർത്തിച്ചു. റോണൻ ബാറിനെ പിരിച്ചുവിടുന്നത് തടയാൻ വേണ്ടിയാണ് ഷിൻ ബെത്ത് സർക്കാരിനെതിരെ അന്വേഷണം നടത്തുന്നതെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് ന്യായീകരിക്കുന്നുണ്ട്.